ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആദ്യത്തെ 6 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞത്. ഇതോടുകൂടി ഡേവിഡ് കാറ്റ്ലയെ പുറത്താക്കിക്കൊണ്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവന്നു. 3 മത്സരങ്ങളിൽ ആഷ്ലി വെസ്റ്റ്വുഡ് ടീമിനെ പരിശീലിപ്പിച്ചു. ഒരു വിജയം, ഒരു സമനില, ഒരു തോൽവി എന്നിങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 5 പോയിന്റുകളാണ് ഉള്ളത്. ഇതേക്കുറിച്ച് ആഷ്ലി വെസ്റ്റ്വുഡ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ടീം ഇംപ്രൂവ് ആയി വരികയാണ്. താൻ വന്ന സമയത്ത് 1 പോയിന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 പോയിന്റ് ആയി കഴിഞ്ഞു. അത് ബ്ലാസ്റ്റേഴ്സ് ഇംപ്രൂവ് ആയി എന്നുള്ളതിന്റെ തെളിവാണ് എന്നൊക്കെയാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ മത്സരത്തിന്റെ കാര്യത്തിൽ, അഥവാ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിൽ നിരാശയുണ്ട്. പക്ഷെ ഒരുപാട് വിമർശനങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മെച്ചപ്പെട്ട് വരികയാണ്. ഞാൻ വരുമ്പോൾ 1 പോയിന്റ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുകൾ നേടാൻ കഴിഞ്ഞു. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതിനർത്ഥം ഞങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ്. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ നേടണമായിരുന്നു. നിലവിലെ സ്ക്വാഡ് വെച്ച് എല്ലാ മത്സരങ്ങളും വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് പുതിയ താരങ്ങൾ വന്നിട്ടുണ്ട്. ഇംപ്രൂവ് ആവണം. ഇനി 4 മത്സരങ്ങൾ ഉണ്ട്. ആ 4 മത്സരങ്ങളിൽ പരമാവധി പോയിന്റുകൾ നേടാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുതിയതായിക്കൊണ്ട് 3 താരങ്ങളെ എത്തിക്കുകയും ചെയ്തിരുന്നു. NDIF ആളും ഫ്രാഞ്ചു, കരീം ബെനാരിഫ്. അതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ സാന്നിധ്യം കൂടിയാണ് ഈ ഒരു പോസിറ്റീവായ റിസൾട്ടുകൾക്ക് പിന്നിൽ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.